നമുക്കറിയാം ആരോഗ്യ മേഖല, വിദ്യാഭ്യാസം, തൊഴിൽ അന്തരീക്ഷം, അങ്ങനെ എല്ലാ മേഖലകളിലും എടുത്തു നോക്കിയാൽ ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു രാജ്യമാണ് ക്യൂബ. അങ്ങനെയുള്ളൊരു രാജ്യത്തെ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, ഇപ്പം അമേരിക്ക അടക്കമുള്ള മുതലാളിത്ത രാജ്യത്തിന് കീഴിലുള്ള പല മാധ്യമങ്ങളും ആ രീതിയിലല്ല ക്യൂബയെ ചിത്രീകരിക്കുന്നത്, ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്, ചിത്രീകരിക്കുന്നത്, ദൈനംദിനം ചിത്രീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ആരാണ് ഈ മാധ്യമങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. മാധ്യമങ്ങളുടെ താല്പര്യം മാധ്യമങ്ങളുടെ മൂലധനത്തിന്റെ താല്പര്യമാണ്. ഇന്ന് ലോകത്തെ 90% മാധ്യമങ്ങളെയും നിയന്ത്രിക്കുന്നത് ലോകത്തെ കോർപ്പറേറ്റുകളാണ്. അത് കേരളത്തിൽ അങ്ങനെയാണ്, ഇന്ത്യയിൽ അങ്ങനെയാണ്, ലോകത്തിലെല്ലായിടത്തും. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന മാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ, അതിന്റെ പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെ നിയന്ത്രിക്കുന്നത് മൂലധനമാണ്, മുതലാളിത്തമാണ്. ആ മുതലാളിത്തത്തിന്റെ താല്പര്യമാണ് മാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിക്കപ്പെടുക. അവരൊരു കാരണവശാലും ഇപ്പൊ സോഷ്യലിസത്തിന്റെ ബദൽ സാധ്യതകളെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അപ്പൊ വലിയ കള്ളക്കഥകൾ അതിനെതിരായിട്ട് പ്രചരണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാകും. ഉദാഹരണത്തിന്, ഇന്ത്യയിൽ ഒരു വർഷത്തിലധികം നീണ്ടു നിന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ, ഏകദേശം 10 ലക്ഷത്തോളം മനുഷ്യർ പങ്കെടുത്ത വലിയ കർഷക പ്രക്ഷോഭം ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ സമീപകാല ലോകത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രക്ഷോഭമായിരുന്നു. ഇന്ത്യൻ ജനാധിപത്യം തകർന്നു എന്ന് ലോക മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിട്ടില്ലല്ലോ. സമരത്തെക്കുറിച്ച് ചെറിയ വാർത്തകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും, കാരണം തള്ളാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ശരിക്കും അതിന്റെ സമരത്തിന്റെ സത്യം എന്താ? ഇന്ത്യയിലെ ജനങ്ങൾ ഒരു വർഷത്തിലൊരു മുകളിൽ ഒരു തെരുവ് പിടിച്ചെടുത്ത്, ഒരു രാജ്യ തലസ്ഥാനത്തിന്റെ അതിർത്തികൾ മുഴുവൻ പിടിച്ചെടുത്ത് നടത്തുന്ന ഐതിഹാസികമായിട്ടുള്ള ഒരു സമരം. ശരിക്കും ഇന്ത്യൻ ഭരണകൂടം രാജിവെക്കേണ്ടതല്ലേ എന്ന്. കാരണം നിങ്ങളല്ല ജനങ്ങൾ ആരുടെ പക്ഷത്താണെന്ന് ആ സമരം കാണിക്കുന്നത്. പക്ഷെ അങ്ങനെ വാർത്ത കൊടുത്തില്ലല്ലോ. ക്യൂബയിൽ സ്വാഭാവികമാണ്, ക്യൂബയിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ട് ഈ ഉപരോധം കാരണം. എനർജിയുടെ ഷോർട്ടേജ് ഉണ്ട് അവിടെ, ചിലപ്പം ഭക്ഷ്യ ഷോർട്ടേജ് തന്നെ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയെല്ലാം ഉള്ള പ്രയാസം. അതുകൊണ്ടാണ് ഉപരോധം അവസാനിക്കണം, ഉപരോധിക്കരുത് എന്നുള്ളത്. അതൊരു യുദ്ധമാണ് എന്ന് പറയുന്നത്. അതൊരു യുദ്ധമാണ്, വെറും കേവല ഉപരോധമല്ല. ചിലയിടങ്ങളിൽ ജനങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാവും, ചിലയിടങ്ങളിൽ ജനങ്ങൾ ആ പ്രതിഷേധം കാണിക്കാറുണ്ട്. ആ പ്രതിഷേധത്തെ ക്യൂബ അടിച്ചമർത്തുകയല്ല ചെയ്യുന്നത്. പക്ഷെ 1000 ആളുകളോ 2000 ആളുകളോ എവിടെയെങ്കിലും പ്രകടനം നടത്തി കഴിഞ്ഞാൽ അമേരിക്കയിലെ മാധ്യമങ്ങൾ ഉടനെ അത് വലിയ വാർത്ത. ക്യൂബയിൽ ഇതാ തകർന്നടിയാൻ വേണ്ടി പോകുന്നു, ക്യൂബയിലെ സോഷ്യലിസം പരാജയപ്പെട്ടു വന്നു. കോവിഡ് കാലത്ത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അമേരിക്കയിൽ ഈയാമ്പാറ്റകളെ പോലെ മരിച്ചു വീണത്. മുതലാളിത്തം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ പട്ടിണി കിടക്കുന്ന നാടായിട്ട് ലോകം പട്ടിണിക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുതലാളിത്തം തകരുന്നു എന്ന് പറയുന്നില്ലല്ലോ. ലോകത്തെ അഭയാർത്ഥികളായ മുഴുവൻ മനുഷ്യരുടെയും എണ്ണം എടുത്തു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ 32ാമത്തെ രാജ്യമാകുന്നാണ് പറയുന്നത്. ഏത് രാജ്യങ്ങളിൽ നിന്നാണ് മനുഷ്യർക്ക് അഭയാർത്ഥികളായി പോകേണ്ടി വരുന്നത്? മുതലാളിത്ത രാജ്യങ്ങളിൽ നിന്നാണ് പലപ്പോഴും ആളുകൾക്ക് അഭയാർത്ഥികളായിട്ട് പോകേണ്ടി വരുന്നത്. മുതലാളിത്തം തകർന്നു എന്ന് പറയുന്നില്ലല്ലോ. കോവിഡ് കാലത്ത് ക്യൂബയുടെ ജനസംഖ്യക്ക് തുല്യമായ ജനസംഖ്യയുള്ള അമേരിക്കയിലെ ഒരു സ്റ്റേറ്റ് ആണ്, ആ സ്റ്റേറ്റിന്റെ പേര് ഞാൻ മറന്നുപോയി. അമേരിക്കയിലെ ഒരു സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റും ക്യൂബയിലെ സ്റ്റേറ്റും തമ്മിലുള്ള ഒരു താരതമ്യ കണക്ക് വന്നിരുന്നു. ആ കണക്കിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയിലെ സ്റ്റേറ്റിൽ കോവിഡ് കാലത്ത് ICUവിൽ പ്രവേശിപ്പിക്കപ്പെട്ട 85% രോഗികളും മരിച്ചു. ക്യൂബയിൽ ICUവിൽ പ്രവേശിപ്പിക്കപ്പെട്ട 85% ജനങ്ങളും ജീവിതത്തിൽ തിരിച്ചു വന്നു.